ഹായ് ഹലോ നമസ്കാരം. ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളും. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇഡ്ഡലിയും വെള്ള ചട്നി ആയിരുന്നു. ഇവിടെ കാലത്ത് 6 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മോന് താഴെയുള്ള ആൾക്ക് കാലത്ത് 6 മണിയാകുമ്പോഴേക്കും, ഫ്രൈഡേ കാരണം കാലത്താണ് ക്ലാസ്. അപ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവൻ്റെ വണ്ടി വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അവൻ്റെ പോയി. ഇനി മൂത്താളും ചേട്ടനും പോവുക. 6:30 ആകുമ്പോഴാണ് പോവുക. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം പിന്നെ തുണികളൊക്കെ ഇട്ട് മെഷീനിൽ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട്, ഇപ്പോൾ കാലത്ത് തന്നെ തുണികളൊക്കെ വിരിച്ചിടണം, അല്ലെങ്കിൽ നല്ല ചൂടാണ്. അപ്പോൾ കാലത്ത് തന്നെ തുണികൾ ഞാൻ വിരിച്ചിടും. അതുപോലെ തന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞു. ഇന്ന് നല്ല കാറ്റുള്ളൊരു ദിവസമാണ്. നല്ല കാറ്റാണ് പുറത്ത്. ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ചോറ് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു ഉപ്പേരിയാണ്, വാഴക്കൊപ്ര പരിപ്പ് ഉപ്പേരി. അതിനായിട്ടൊരു മൺചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചതും ഒരു പച്ചമുളക് ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് തീ കുറച്ച് വെച്ച് ഒന്ന് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതേ മുളക് പൊടിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 പിടി നാളികേരം കൂടി ഇട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള വാഴക്കൊപ്ര ഇട്ട് കൊടുക്കുക. വാഴക്കൊപ്ര ചെറുതായി കുത്തിയരിഞ്ഞ് കുറച്ച് നേരം ഉപ്പും വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒട്ടും വെള്ളമില്ലാണ്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ കുറച്ച് നേരമായി ഇത് വാഴക്കൊപ്ര മൂടി വെച്ചിട്ട് വാഴക്കൊപ്രയ്ക്ക് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ്, ഉപ്പിട്ട് വേവിച്ചെടുത്ത പരിപ്പാണ്. പരിപ്പ് അധികം കുഴഞ്ഞു പോകാതെ വേവിച്ചെടുക്കുക. പരിപ്പ് കൂടി ഇട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ നമ്മുടെ വാഴക്കൊപ്ര പരിപ്പ് തോരൻ റെഡിയായി. നല്ല ടേസ്റ്റാണിത്. നല്ല ചൂടുള്ള ചോറിൻ്റെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണിത്. പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈയും അതുപോലെ തന്നെ ഒരു മീൻ കറിയും ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. ഇപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് ചെറിയുള്ളി ചതച്ചതും 2 പച്ചമുളക് ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില
പിന്നെ ഇതിലേക്ക് വേണ്ട പൊടികൾ: എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ നോക്കുക. എല്ലാം പാകത്തിനാണെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ അതിലേക്കിട്ട് നന്നായി മസാല പുരട്ടി പിന്നെ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം, ഈ ചെമ്മീൻ വെന്ത് വരാനുള്ള വെള്ളം അത്ര മതി, വെന്ത് വറ്റി വരണം. അപ്പോൾ അതിനുള്ള ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ചെറിയ തീയിലാക്കി മൂടി വെച്ച് വേവിച്ചെടുക്കുക. ചെമ്മീനൊക്കെ നന്നായി വെന്ത് മസാലയ്ക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് വേറൊരു പാൻ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം ചെമ്മീൻ്റെ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വേറെ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനൊക്കെ വെന്ത് വന്നുള്ളതിന് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത ചെമ്മീൻ അതിലേക്ക് ഇട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പുറം വേഗം പെട്ടെന്ന് മറിച്ചിട്ട് ഇതും ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് തന്നെ ഞാനൊരു അയിലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ പതിവ് പണികൾ തന്നെ, ക്ലീനിങ്. ഇപ്പോഴത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറികൾ ഇഞ്ചിമ്പുളി ഉണ്ട്, പിന്നെ വാഴക്കൊപ്ര പരിപ്പ് തോരൻ, പിന്നെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ, പിന്നെ നാളികേരം അരച്ച് വെച്ചൊരു അയിലക്കറി. പിന്നെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ ഇതൊക്കെയാണ്. പിന്നെ വൈകിട്ട് മക്കൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രിംഗ് ഓണിയനും സെലറിയും അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റും എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും ഇത് വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ വേവിക്കാനായിട്ട് നൂഡിൽസ് അതിലേക്ക് ഇട്ട് ഒരു 3-5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തു. അപ്പോൾ അത് നൂഡിൽസൊക്കെ നന്നായി വെന്ത് വന്നപ്പോൾ അത് ഒരു അരിപ്പയിലേക്ക് ഒന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ക്യാരറ്റ് ആദ്യം ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് പച്ചമണം മാറി വന്നാൽ മതി. അതൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്.
ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയ്ക്ക് ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് അടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. അപ്പോൾ അത് മുട്ടയൊക്കെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സെലറി, ഇപ്പോൾ സെലറി ഒന്നും ഇടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കട്ട് ചെയ്ത് വെച്ച് സെലറി ഇട്ടു. അതുപോലെ തന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അതിലേക്ക് ഇട്ടൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് അതിലേക്ക് ഇടുന്നു. പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നൂഡിൽസിൻ്റെ കുറച്ച് മസാല അധികം ഇടണ്ട. മസാല അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ലതല്ല മസാല ഇടുന്നത്. അപ്പോൾ ഒരു നുള്ള് മസാല കൂടി അതിലേക്കിട്ട് ചില്ലി സോസ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മസാല കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതെ, നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സ്പ്രിംഗ് ഓണിയൻ അതിലേക്കിട്ട് ഇതേ നൂഡിൽസൊക്കെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂട്ടോടെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.